വയനാട് ജില്ല തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. എല്ലാ മുന്നണികളും തെരഞ്ഞെടുപ്പിന് സുസജ്ജമായി കഴിഞ്ഞു. CPIM ജില്ലാ സെക്രട്ടറി കെ റഫീഖ് നമ്മുടെ കൂടെയുണ്ട്. റഫീഖ്, ഇത്തവണ വയനാട് ജില്ലയിലെ പ്രതീക്ഷ അതെന്താണ്? 3 നിയമസഭാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മികച്ച വിജയം ഈ തെരഞ്ഞെടുപ്പിൽ നേടും. കാരണം നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷക്കാലം വയനാടിൻ്റെ വികസനം പരിശോധിച്ചു കഴിഞ്ഞാൽ തന്നെ പ്രത്യേകമായ പരിഗണന വയനാട് നൽകിക്കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. വയനാട് ഏറെക്കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ബദൽ പാത. 2143 കോടി രൂപ മുടക്കിക്കൊണ്ടാണ് തുരങ്കപാത യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നത്. വയനാടിൻ്റെ മെഡിക്കൽ കോളേജ് എന്ന ആവശ്യം യാഥാർത്ഥ്യമായിരിക്കുന്നു. സ്റ്റേഡിയങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധിയായ വർഷങ്ങളായുള്ള ആവശ്യമാണ്, അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. റോഡുകളും പാലങ്ങളും എല്ലാം വലിയ രൂപത്തിൽ വലിയ മാറ്റം ഈ കാലയളവിൽ ഉണ്ടായിട്ടുണ്ട്. വയനാടിനെ ചേർത്ത് നിർത്തുന്നൊരു നിലയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സ്വീകരിച്ചത്. കിഫ്ബിയിൽ ഉൾപ്പെടുത്തി വയനാടിൻ്റെ വിവിധ പദ്ധതികൾ സാക്ഷാത്കരിച്ച 10 വർഷമാണ് യഥാർത്ഥത്തിൽ കടന്നുപോയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വയനാട്ടിൽ വലിയ രൂപത്തിലൊരു ദുരന്തമുണ്ടായി. ആ ദുരന്തബാധിതരെ സ്വന്തം രക്ഷിതാവ് എന്ന നിലയിലാണ് കേരളത്തിലെ ഗവൺമെൻറ് ചേർത്ത് നിർത്തിയിട്ടുള്ളത്. തീർച്ചയായും അതെല്ലാം ജനങ്ങൾക്ക് മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ഉജ്ജ്വല വിജയമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നത്. 3 നിയമസഭാ മണ്ഡലത്തിലും ഏറ്റവും അനുയോജ്യരായ മികച്ച സ്ഥാനാർത്ഥികളെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടാൻ വേണ്ടി നിയോഗിച്ചിട്ടുള്ളത്. വലിയ പ്രതികരണം ജനങ്ങൾക്കിടയിൽ നിന്നുണ്ടാവുകയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി നേരത്തെ തന്നെ എല്ലാ തയ്യാറെടുപ്പുകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ നടത്തുകയും ഏറ്റവും ആദ്യഘട്ടത്തിൽ തന്നെ പ്രവർത്തനരംഗത്തേക്ക് ഇറങ്ങാനും നമുക്ക് സാധിച്ചു. ആ ഘട്ടത്തിൽ ജനങ്ങൾക്കിടയിൽ പര്യടനം നടത്തുമ്പോൾ വലിയ സ്വീകാര്യത ലഭിക്കുകയാണ്. അത് സർക്കാരിനുള്ള, നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനുള്ള അംഗീകാരം, അതോടൊപ്പമാണ് ഞങ്ങളെന്ന് ജനങ്ങൾ പറയുന്ന ഒരു നിലയുണ്ട്. തീർച്ചയായും അതെല്ലാം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 3 സ്ഥാനാർത്ഥികളും മികച്ച വിജയം കൈവരിക്കും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. അതിനിടയിൽ ഒരു വയനാടിന് ഒരു രാഷ്ട്രീയ അടിത്തറയുണ്ട്. അത് UDF അനുകൂല രാഷ്ട്രീയ അടിത്തറയാണെന്ന് നമുക്കറിയാം. അതിനെ പൊളിച്ചെഴുതാനുള്ള ഒരു ശക്തിയായി ഈ സ്ഥാനാർത്ഥികൾ മാറുമോ? അല്ല, തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ കാണേണ്ട വിഷയം, UDF നേരത്തെ വലിയ രൂപത്തിലുള്ള മുൻതൂക്കമുള്ള ജില്ല തന്നെയാണ് ആയിരുന്നു വയനാട്. പക്ഷേ കൃത്യമായ ജനങ്ങൾ പല ഘട്ടത്തിൽ ഇടതുപക്ഷത്തോടൊപ്പവും മാറിയും മറിഞ്ഞും എല്ലാം നിലപാട് സ്വീകരിച്ച ചരിത്രമുണ്ട്. 3 മണ്ഡലങ്ങളും ഇടതുപക്ഷം ജയിച്ച അനുഭവം വയനാട്ടിലുണ്ടായിട്ടുണ്ട്. മഹാഭൂരിപക്ഷം തദ്ദേശ സ്ഥാപനം ജയിച്ച അനുഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയെല്ലാമുള്ള അനുഭവങ്ങൾ നേരത്തെയുമുണ്ട്. ഇപ്പോൾ നമ്മൾക്കറിയാം, നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് മറ്റ് തെരഞ്ഞെടുപ്പും വിഭിന്നമാണ്. കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളൂടെ പരിശോധിച്ചുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും ജനങ്ങൾ വിധി എഴുതുക. അങ്ങനെ എഴുതുമ്പോൾ ജനങ്ങളെ വലിയ രൂപത്തിൽ ചേർത്ത് നിർത്തിയ അനുഭവം വയനാട്ടുകാരെ ഏറ്റവും സാധാരണക്കാരായതുകൊണ്ട് പ്രത്യേകിച്ചും അവർക്ക് അനുഭവവേദ്യമായിട്ടുണ്ട്. കാരണം ക്ഷേമ പെൻഷൻ കിട്ടുന്നത് ഏറ്റവും സാധാരണക്കാരാണ്. വയനാട്ടിലെ ജനങ്ങൾ ഏറ്റവും സാധാരണക്കാരായ ആളുകളാണ്. അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ പരിശോധിച്ചാൽ ആശുപത്രിയും സർക്കാർ ആശുപത്രികളുടെയും സർക്കാർ വിദ്യാലയങ്ങളുടെയും വികസനം ഏറ്റവും പ്രയോജനം കിട്ടുക വയനാട്ടിലെ ജനങ്ങൾക്കാണ്. കാരണം വയനാട്ടിലെ ജനങ്ങൾ ഏറ്റവും സാധാരണക്കാരാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആദിവാസി വിഭാഗം ഉൾപ്പെടെയുള്ളവർക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് പ്രകാരമുള്ള നിയമനങ്ങളും അവരെ ചേർത്തുന്ന നിലപാടും ഒക്കെ ഗവൺമെൻറ് സ്വീകരിച്ചതെല്ലാം ജനങ്ങൾക്കിടയിലുണ്ട്. ഏറ്റവും സാധാരണക്കാർ അധിവസിക്കുന്ന ജില്ല എന്ന നിലയിൽ സാധാരണക്കാരെ ചേർത്ത് നിർത്തിയ ഒരു ഇടതുപക്ഷ ഗവൺമെൻറ്റിന് അനുകൂലമായ വിധിയെഴുത്തായി മാറും. അതുകൊണ്ട് തന്നെ വയനാടിൻ്റെ പല ഘട്ടങ്ങളിൽ ഇടതുപക്ഷം 3 സീറ്റുകൾ നേടിയ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇത്തവണയും ആ നിലയിലുള്ള അനുഭവം ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത്. മാത്രമല്ല, ഞാൻ പരാമർശിച്ചതുപോലെ കഴിഞ്ഞ 10 വർഷക്കാലം സമാനതകളില്ലാത്ത വയനാടിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വികസനം യാഥാർത്ഥ്യമാക്കിയ ഒരു വർഷമാണ്, 10 വർഷമാണ് കടന്നുപോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതെല്ലാം ജനങ്ങൾക്ക് മുമ്പിലുണ്ട്. ഇവിടെ ജനങ്ങൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുക, ഇപ്പോൾ തുരങ്കപാത തന്നെ നമ്മൾ ഉദാഹരണമായി എടുത്താൽ, തുരങ്കപാത യാഥാർത്ഥ്യമാക്കുന്ന ഇച്ഛാശക്തിയോടുകൂടി ഇടപെടുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും തട്ടി നീക്കിക്കൊണ്ട് അത് യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുപോകുന്ന ഇടതുപക്ഷ സർക്കാർ അത് തുടരണമോ, അതോ വയനാട്ടിലേക്ക് അതിവേഗതയിൽ എത്താനുള്ള ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉള്ള മാർഗമായ തുരങ്കപാത ഏത് വിധേനയും എതിർത്ത് തോൽപ്പിക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാർ, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ, അവർ വരുമ്പോൾ ഈ തുരങ്കപാത ഉൾപ്പെടെ തുരങ്കം വെക്കപ്പെടുമെന്ന് ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇടതുപക്ഷം അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയുള്ള ഒരു വിധിയെഴുത്തായി ഈ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിലെ ജനങ്ങളും ഈ തെരഞ്ഞെടുപ്പിനെ കാണും. അങ്ങനെ വരുമ്പോൾ ഏറ്റവും മികച്ച നിലയിലുള്ള വിജയം തന്നെയാണ് വയനാട്ടിലും ഉണ്ടാകാൻ പോകുന്നത്. കേരള
സർക്കാരിന്റെ വികസനം അത് സാധാരണക്കാരിലേക്ക് പോലും എത്തുന്ന വിധത്തിലായിരുന്നു വയനാടിനെ സംബന്ധിച്ചിടത്തോളം നടപ്പിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു പ്രതിഫലനം തെരഞ്ഞെടുപ്പിലുണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് CPIM ജില്ലാ സെക്രട്ടറി. അനിൽ കല്യാശ്ശേരിക്കൊപ്പം PB ജോഷില.